ഇലവർഗ്ഗത്തിൽ ഏറ്റവും അധികം ഗുണങ്ങളും പോഷകങ്ങളും അടങ്ങിയ പച്ചക്കറിയാണ് ചീര. വൈറ്റമിൻ എ, സി, കെ, അയൺ, കാൽഷ്യം അങ്ങനെ ഒത്തിരി ഗുണങ്ങളുണ്ട് നമ്മുടെ ചീരയ്ക്ക്. പറഞ്ഞാൽ തീരാത്തത്രയും ഗുണങ്ങളുണ്ട്. നമുക്കിത് പെട്ടെന്നൊരു ഉപ്പേരി ഉണ്ടാക്കിയെടുക്കാം. ഇതിനെക്കൊണ്ട് വളരെ സ്വാദിഷ്ടമായ ഒരു ഉപ്പേരിയാണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ആദ്യം തന്നെ നമ്മൾ ചീര കഴുകി നന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വലിയുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ കുറച്ച് മുട്ട, അതൊക്കെ ആവശ്യമാണ്. ഉപ്പ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പാത്രം വെച്ച് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായ ശേഷം കടുക് പൊട്ടിക്കാം. അതിലേക്ക് നമ്മൾ ആദ്യം തന്നെ പിന്നെ വെളുത്തുള്ളി ഇട്ട് അതിലേക്ക് നമ്മൾ വലിയുള്ളിയും പച്ചമുളകും കൂടി ഇട്ട് നന്നായിട്ട് വാട്ടിയെടുക്കുക. ഉള്ളി നന്നായിട്ട് വാടി വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച ചീരയും കൂടെ ഇട്ട് ഇതുപോലെ നന്നായിട്ട് വാടി വരുന്നവരെ ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഉപ്പൊക്കെ വളരെ കുറച്ചേ നമ്മൾ ചീരയിലിടാവും. കാരണം ഇലയായതുകൊണ്ട് ഇതങ്ങ് പിന്നെ ചുരുങ്ങിപ്പോവും. നമ്മൾ അരിഞ്ഞു വെക്കുമ്പോൾ കാണുന്ന അത്രയും നമ്മളിത് വെന്ത് വരുമ്പോൾ കാണുകയില്ല. അതുകൊണ്ട് എന്താ ഉപ്പ് വളരെ കുറച്ചേ ഇടാവും കേട്ടോ. അപ്പോൾ ചീരയിലെ ഉപ്പേരിയിൽ നമ്മൾ ഉപ്പിടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, ഒരു പിടി കുറച്ചേ ഇടാവും. അപ്പം നന്നായിട്ട് ചീര ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്, വാടി വന്നിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യുക, ഇത് ഒരു സൈഡിലോട്ട് മാറ്റി വെച്ച് 2 മുട്ട ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ അടിയിൽ പിടിക്കുന്ന പാത്രമാണെങ്കിൽ നമ്മൾ കുറച്ച് എണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കണം കേട്ടോ. മുട്ട ഒഴിച്ച് അടിയിൽ പിടിക്കുമെങ്കിൽ നമ്മൾ കുറച്ച് എണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കണേ. എന്നിട്ട് എന്ത് ചെയ്യുക, ഇത് പക്ഷേങ്കിൽ അങ്ങനെ അടിയിൽ പിടിക്കുന്നില്ല കേട്ടോ. ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പം നമ്മളെന്താ മുട്ട എന്ത് ചെയ്യുക, നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുക. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇത്തിരി ഉപ്പിട്ട് കൊടുക്കാം മുട്ടയിൽ. ഇല്ലെങ്കിൽ ചീരയുടെ ഉപ്പും ഇതും തമ്മിൽ ബാലൻസ് ആവുമെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ഇതാ മുട്ടയൊക്കെ നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അപ്പോൾ വെന്തെന്ന് തോന്നുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ ചീരയും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കുക. എന്നിട്ട് ആവശ്യത്തിന് കുറച്ച് തേങ്ങയും കൂടി ചിരകിയത് ഇതിലിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സ്വാദിഷ്ടമായ ചീര ഉപ്പേരി ഇവിടെ റെഡിയാണ്. പൊതുവേ പച്ചക്കറി ഒന്നും കഴിക്കാത്തവരാണ് നമ്മുടെ മക്കൾ. അവർക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് ഇഷ്ടപ്പെടും. അല്ലാതെ നമ്മൾ ചീര ഉപ്പേരി നല്ല അയൺ, കാൽഷ്യം ഒക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മക്കളുടെ മുമ്പിൽ വെച്ച് കൊടുത്താൽ അവരത് തൊട്ടുപോലും നോക്കില്ല. അവരത് ഓടി വന്ന് കഴിക്കുകയൊന്നുമില്ല. അത് നമുക്ക് തന്നെ അറിയാം. പക്ഷേ നമ്മൾ ഇലക്കറികളൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പരീക്ഷിച്ച് കൊടുക്കുകയാണെങ്കിൽ പച്ചക്കറി കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും. നിങ്ങൾ ഒരു തവണയെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇങ്ങനെ ഇതുവരെ ചെയ്തില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് മറ്റേ ചുവന്ന കളറുള്ള ചീര, അതുപോലെ മുരിങ്ങയുടെ ഇല, മുരിങ്ങയുടെ പൂവ് എല്ലാം ഈ ഒരു രീതിയിൽ തന്നെ ഉണ്ടാക്കാം. നല്ല ടേസ്റ്റാണ്. ചോറിന് ഇത് തന്നെ മതി. ഇതുണ്ടെങ്കിൽ നമുക്ക് ചോറ് നന്നായിട്ട്, കുഞ്ഞുങ്ങൾക്കൊക്കെ എരിവൊക്കെ അധികം ഇഷ്ടമില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് ഇതൊക്കെ വെച്ച് തന്നെ ചോറ് കൊടുക്കാൻ പറ്റും. ചില മക്കൾക്ക് അങ്ങനെ കറികളൊന്നും ധാരാളം കൂടുന്നത് ഇഷ്ടമുണ്ടാകില്ല. ഇവിടെ അങ്ങനെയാണ്, എരിവുള്ള കറിയൊന്നും ഇഷ്ടമല്ല. പക്ഷേ ഈ ഒരു ഉപ്പേരി എന്ന് പറയുന്നത് മക്കൾ കഴിക്കുന്ന ഒരു ഉപ്പേരി തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തത്.